ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമാവില്ല, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ തന്നെയായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യൽ ആണെങ്കിലും സ്പെഷ്യലായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നതാണ് വേറൊരു പ്രത്യേകത. ഞാനും എൻ്റെ 2 മക്കൾ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് ഉദ്ദേശിച്ചത്. ഹസ്ബൻഡ് ആണെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരാഴ്ചയിലേക്ക് സൈറ്റ് വർക്കായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല കേട്ടോ. സാധാരണ അങ്ങനെ ഞങ്ങൾ 4 ആളും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് ഒരു സാധാരണ ഒരു ദിവസം പോലെ തന്നെയായിരിക്കും ഇന്ന്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ആ വീടൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കാന്ന് പറയാൻ പറ്റില്ല, എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുന്ന ഒരു പണിയിലായിരുന്നു. ഫസ്റ്റ് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ആ നമ്മുടെ റൂമിലൊക്കെ കിടക്കുന്ന ടോയ്സും അതുപോലെ ഓരോ സാധനങ്ങൾ ആ ഒരു സ്ഥലങ്ങളിലേക്ക് തന്നെ ഒതുക്കി വെക്കലായിരിക്കും ഫസ്റ്റ് ചെയ്യുന്ന പണി. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് സമ്മർ ക്ലാസ്സിന് വിടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള മക്കൾക്കുള്ള സ്നാക്സൊക്കെ കൊടുക്കാനുള്ളത് എടുത്ത് റെഡിയാക്കലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കും. ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്നുള്ളതൊക്കെ തലേദിവസം തന്നെ ഓർത്ത് അതൊക്കെ മുന്നേ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മക്കൾക്ക് ഒരേ കളർ തന്നെ ഡ്രസ്സ് മോനും മോൾക്ക് ഇടാനായിട്ട് നോക്കാറുണ്ട്. അത് എൻ്റെ മാത്രം ഒരു ചെറിയൊരു ഇഷ്ടം. മക്കൾ 2 ആളും കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2 ആൾക്കും സെയിം കളറിൽ തന്നെ ഡ്രസ്സാണ് എന്നും ഇടാനായിട്ട് നോക്കാറ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ വേഗം കുടിക്കേ. ഫുഡ് കഴിക്കാൻ 2 ആൾക്കും മടിയായതുകൊണ്ട് കാര്യമായിട്ടൊന്നും രാവിലെ തന്നെ കഴിക്കാറില്ല. പക്ഷെ എന്നാലും ഓരോ ഗ്ലാസ് പാലെങ്കിലും അവരെ നിർബന്ധമായിട്ട് കുടിപ്പിക്കാനായിട്ട് നോക്കാറുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് നേരം ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചൊക്കെയായിരുന്നു വേഗം തൊണ്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡിയായ പൂവാൻ? ഇഷ്ടമാണോ പൂവാൻ? സ്കൂൾ ഇഷ്ടമായ? അന്നയുടെ ഡ്രസ്സ് മാറാ ഇഷ്ടമായ? അപ്പോൾ പോയിട്ട് വന്നോളൂട്ടോ വേഗം. വാഷ് ചെയ്തു. ആയുഷാരോഗ്യം തന്നെ ബുദ്ധിബോധം തന്നെ തമാശനം മനാക്കണേ. സമ്മർ ക്യാമ്പ് ആയതുകൊണ്ട് 2 ആൾക്കും പോകാൻ കുഴപ്പമില്ല. പിന്നെ യൂണിഫോം ഇട്ട് പോകുന്നതാണ് 2 ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത. ഇതിപ്പോൾ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. 2 ആളും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വരും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും വലിയ കാര്യമായിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ 2 മക്കൾ മാത്രമായതുകൊണ്ട് ഒരു സെലിബ്രേഷനും നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ തന്നെ ചെയ്യണതിൽ വലിയ രസമില്ലല്ലോ. വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കേക്ക് വേറെ ആരും ഇനി കുഞ്ഞു മക്കളായതുകൊണ്ടാണ്. കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെയുണ്ട് അവർക്ക് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടും അതിനെന്താണെന്നോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ഇതും കൂടി അവർക്കില്ല. അപ്പോൾ ബർത്ത്ഡേ ആയിട്ടുള്ള സ്പെഷ്യലൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമല്ലോ. എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കടലക്കറിയാണ് ഉണ്ടാക്കണേ. പിന്നെ മീൻ വറുക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ വേറൊന്നും വേണ്ട, കാരണം ഞാനാണ് മെയിനായിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുള്ളൂ. പിന്നെ കടലയായാലും അവരധികം കഴിക്കില്ല എരിവെന്ന് പറഞ്ഞിട്ട് അവരൊരു 2 കടലെങ്ങാനും എടുക്കും. പിന്നെ മീൻ വറുത്തതാണ് അവർ മെയിനായിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ചോറ് വയ്ക്കണം. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. സ്വന്തം ബർത്ത്ഡേ ആയതുകൊണ്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വേറെ സെലിബ്രേഷനൊന്നും ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ കുക്കിങ്ങിനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ആരും ഇല്ലല്ലോ, ഞാനും എൻ്റെ 2 മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് കടലതാ വേവിച്ച് ഇന്നലെ തന്നെ തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കടല എടുത്തിട്ട് കാച്ചണം. അപ്പോൾ ഞാനിത് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും എല്ലാവരും വയ്ക്കുക. നമ്മൾ സാധാരണ ചിക്കനൊക്കെ വയ്ക്കില്ല അതുപോലെ സവോള അരിഞ്ഞിട്ട് പിന്നെ ഒരു 2 പച്ചമുളക് ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഇഞ്ചി എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമല്ല പിന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്ര എടുത്തിട്ട് ഞാനത് നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി, അതൊന്ന് എന്താ പറയുക, ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കറിയാമല്ലോ, സവോളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് അങ്ങനെ എന്താ പറയുക വെന്ത് ഇതായിട്ട് കിട്ടും. ഫസ്റ്റ് ചേർത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് പിന്നെ സവോള നീളത്തിലരിഞ്ഞത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിക്കണേന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സവോളയൊക്കെ നന്നായി ഒന്ന് ആ ഒരു കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കും. അങ്ങനെ തക്കാളിയും വാടി നന്നായി മുരിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ലാസ്റ്റിൽ ഞാൻ അതിലേക്ക് കടല ഇടും. കടല വേവിക്കുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് ഉപ്പിടാറില്ല. കടലയൊക്കെ ഇട്ട് ഞാൻ ഈ കറി ആക്കുന്ന ആ ഒരു ടൈമിലേക്കാണ് ഞാൻ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ചേർക്കാറുള്ളത്. കാരണം ഫസ്റ്റിൽ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ അതിന് വേവാനായിട്ട് സമയം കൂടുതൽ എടുക്കുന്നതാണ് പറയുക. അതായത് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളത് കുക്കറിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് എന്താ പറയുക കൂട്ടാൻ കാച്ചാൻ നോക്കുന്നതിനേക്കാളും മുന്നായിരിക്കും ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇട്ടു. സവോള ഏതോ പൊടികളൊക്കെ നന്നായി മുരിഞ്ഞ് വന്നപ്പോൾ ഒരു തക്കാളി നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കും കേട്ടോ, ഒന്ന് പേസ്റ്റ് ഒന്ന് പെട്ടെന്ന് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് വേഗത്തിലൊന്ന് തക്കാളി വേവാൻ വേണ്ടിയിട്ടും കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്നത് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് തക്കാളി വേവാനും, മൂടി വെച്ച് വേവിക്കുമ്പോഴാണല്ലോ പെട്ടെന്നാവുക. അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇത് ആവുന്ന ഒരു ടൈമിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് നമുക്കിവിടെ വാള മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വറുക്കണം. പിന്നെ കടല ഉപ്പേരി, ഇത് രണ്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ബർത്ത്ഡേ ആയിട്ട് ഇതാണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നും ചെയ്യാൻ തോന്നണില്ല. കാരണം വേറെ ആരും ഇല്ലല്ലോ, ഞാനും എൻ്റെ 2 ചെറിയ മക്കളും മാത്രമേ ഉള്ളൂ. പിന്നെ ആരും ഉണ്ടാവാറില്ല. പക്ഷെ ഹസ്ബൻഡും കൂടി ഇല്ലാണ്ട് കഴിക്കാനായാലും ആരും ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാനോ ആയിട്ടൊന്നൊരു മനസ്സ് തോന്നണില്ല. അതുകൊണ്ട് വേറെ കാര്യമായിട്ടുള്ള ഇതോളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് സാധാരണ ഒരു ദിവസം എന്താണ് നമ്മൾ വെക്കുക അതുപോലെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാത്ത. പിന്നെ കടല മാത്രമേ വെക്കണുള്ളൂ, വേറെ ചാറുകറിയുടെ ഒന്നും ആവശ്യമില്ല. മക്കൾ ഒരാൾക്ക് 2 ആൾക്ക് നമ്മൾ തന്നെ കൊടുക്കണം. ഒരാൾ പിന്നെ കഞ്ഞി കുടിക്കുന്ന ആളാണ്, കഞ്ഞിയുടെ ആളാണ്. അപ്പൊ ആൾക്കാണെങ്കിൽ എരിവ് അടുത്തോടെ പോകാൻ പറ്റില്ല. അപ്പൊ വേറെ കറികളൊന്നും വെക്കണ്ട. ഇത് തന്നെ ഉണ്ടെങ്കിൽ മീൻ വറുത്തതോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ധാരാളം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് കൂടുതലായിട്ട് തോന്നി, അത് കാരണം കുറച്ചധികം നേരം ഞാനതിങ്ങനെ തിളപ്പിച്ചു കേട്ടോ. ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും ഞാൻ വറ്റിക്കണുള്ളൂ. ഇനിയും ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. അടുത്തത് നമ്മുടെ മീൻ വറുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സാധാരണ വറുക്കണ പോലെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം, പിന്നെ കുറച്ച് വിനീഗർ കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ഒന്ന് കുറച്ച് നേരം വയ്ക്കുക. അതാണ് അത് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ അത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചു. അത് അപ്പം തന്നെ വറുത്താലും കുഴപ്പമില്ല, അപ്പോൾ ടൈം ഉണ്ടായിരുന്നുകൊണ്ട് വെച്ചു. ഇനി നമുക്ക് മീനും കൂടി വറുക്കാം. എനിക്കായാലും മക്കൾക്കായാലും അങ്ങനെ ഒരു പ്രത്യേകിച്ച് വേറൊരു ചാറ് കറി പിന്നെ ഒരു പേരി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കറി ഉണ്ടായാൽ മതി. ഇനി ചാറ് വേണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തൈര് കൂട്ടിയിട്ടായാലും കഴിക്കും. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ കടലക്കറിയൊക്കെ ചേർത്ത് നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ മക്കൾ വരും. അവരെ സമ്മർ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് വേറൊരു പണിയുമില്ല, ഒരു നേരം പോക്കുമില്ല. പിന്നെ ഈ ഫുൾ ടൈം TV-യുടെ മുന്നിൽ തന്നെ ഇരിക്കുള്ളൂ, അല്ലാണ്ട് വേറൊരു പണിയും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു സമ്മർ ക്യാമ്പിന് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 9:30 to 1 PM ആണ് അവരുടെ ടൈം. അപ്പോൾ 1 മണിക്ക് കഴിഞ്ഞാലും പക്ഷെ അവരെത്തുമ്പോൾ 1:45 2 മണിക്ക് ആ ഒരു സമയമാകുമ്പോഴാണ് വരിക. അപ്പോൾ ഇനി അവരെ കൊണ്ടുവരാനായിട്ട് താഴേക്ക് ഇറങ്ങണം. അവരെത്താറാകുമ്പോൾ നമുക്കൊരു മിസ് കോൾ തരും. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ താഴേക്ക് ചെന്നാൽ മതി. അത് കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ട് ഇനി ഫുഡ് കഴിക്കാം. നശു ഹായ്, ചിപ്സ് കഴിക്കുക ഇഷ്ടമായ?
കഴിഞ്ഞാ? ആ എന്താന്ന്? ആ കഴിച്ചു. ജ്യൂഷി ജ്യൂസ് കുടിക്കണില്ലേ? പാല് മേടിക്കാനായിട്ട് ഒന്ന് കടയിൽ കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ കയറിയപ്പോൾ അവർ രണ്ടാളും അവരോരോ ജ്യൂസും ചിപ്സൊക്കെ എടുത്തു. നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അധികം കാണിക്കാനൊന്നും പറ്റിയില്ല. മക്കൾ വന്നു, പിന്നെ അവർ ഡ്രസ്സ് മാറി, അവർ കുറച്ച് നേരം ടി വി കണ്ടു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ടി വി വയ്ക്കും. അപ്പോൾ ടി വി കണ്ടിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും രണ്ടാളും അവിടെ തന്നെ സൈഡാവും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾക്ക് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നമ്മളും കെടുക്കുള്ളൂ. ഞാൻ ഉറങ്ങാറില്ല, വെറുതെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം കെടുക്കും. കുട്ടികൾ ആ ടൈമിൽ ഉറങ്ങായിരിക്കും. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വിളിക്കും, എണിപ്പിക്കും. ചിലപ്പോൾ 6:30 ആവും. പിന്നെ എണീറ്റിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ വന്നു, ഫുഡ് കഴിച്ചു, ഉറങ്ങി. ഇതൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നല്ലൊരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടി. ചേട്ടൻ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം അന്ന് തിരിച്ചു വന്നു വൈകിട്ട്. കാരണം അതിൻ്റെ തലേന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. 1.5 മണിക്കൂറല്ല കേട്ടോ, അതിനേക്കാളും കൂടുതലെടുക്കും. കാരണം ഇതൊരു ഷാർജ ബോർഡറിലാണ് ഈ ഒരു സൈറ്റ് വരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് അബുദാബിയിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ബർത്ത്ഡേക്കുള്ള കേക്കും പിന്നെ എനിക്കൊരു ബൊക്കെയൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തേക്കാളും വല്ലാത്തൊരു പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിപ്പോയി ഈ വർഷത്തേത്. വൈകുന്നേരത്തെ ഫുഡാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിത്താജിലത്തെ ബിരിയാണി വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ വല്ലാത്തൊരു സർപ്രൈസ് ബർത്ത്ഡേ ആയിപ്പോയി.